വഴക്ക് നിർത്തി സമാധാനത്തോടെ ഇരിക്കുന്നത് വരെ അല്ലെങ്കിൽ മിണ്ടാതെ പോയി ഉറങ്ങുന്നത് വരെ ഈ വീട്ടിലെ ലൈറ്റുകൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുമെന്നായിരുന്നു ബിഗ് ബോസ് ഇന്നലെ പറഞ്ഞത്. പച്ചയ്ക്ക് തന്നെ ഇതാണ് പറഞ്ഞത്. ലൈറ്റുകളെല്ലാം ഓൺ ആക്കി കുറെ നേരം അവിടെ ഇട്ടു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും പലരും അവിടെ പ്രൊവോക്കിംഗ് നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ 2 മണിക്കൊക്കെ ഷൈബ് കണ്ടവർക്ക് അറിയാം. മസാജ് സെന്റർ, മസാജ്, ഡാഡി, ഷുഗർ ഡാഡി എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് കുറെ സമയം അവിടെ ഇരുന്നു. പിന്നെ അക്ബറും ഷാനവാസും കുറെ നേരം കൺഫെഷൻ റൂമിൽ വരുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാം. പിന്നെ നൂറ എമ്മാതിരി പ്രൊവോക്കിംഗ് ആണ് റെനയെ പ്രൊവോക്ക് ചെയ്തതെന്ന്. റെന നൂറയുടെ അടുത്ത് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നൂറ ഒരു പാവം ഒരു പുള്ളിക്കാരത്തിയാണെന്നാണ് റെനെ ഓർത്തോണ്ടിരുന്നത്. പക്ഷെ അത് ആ ഒരു കംപ്ലീറ്റ് ഇത് തന്നെ പൊളിച്ചടുക്കി നൂറ. കരയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. റെന കരഞ്ഞുപോയി ആകെ. നൂറ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. റെനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പറയുമ്പോൾ റെനയ്ക്ക് ശരിക്കും കൊള്ളുന്നുണ്ട്. ജിസേലിന്റെ ട്രൗസറിന്റെ വള്ളി, പുതപ്പിനിടയിലെ മസാജ് സെന്റർ, ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അവരുടെ ഗ്രൂപ്പിലെ വേറുള്ള എല്ലാത്തിനെയും വെറുതെ വിട്ടു വന്നു. എല്ലാത്തിനും കണക്കിന് കിട്ടി കേട്ടോ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഒരാളെ മാത്രമായിട്ട് വെറുതെ കിട്ടി ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരും എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ഈ ഒരു ബുള്ളി ഗ്രൂപ്പിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. അനീഷ, അനുമോള, ഷാനവാസ്, ആദില നൂറ ഇവരൊക്കെ തകർപ്പൻ പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. അപ്പാനിയും അക്ബറും പിന്നെ ഈ പറഞ്ഞ റെനയും ജിസയിലും ഒക്കെ ഒന്ന് വരണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല.